ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മളുള്ളത് ബില്ലി ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ട്. ഇത് മിഡിൽ ആൻഡമാനിലാണ് ഈ സ്ഥലം ഉള്ളത്. ഇനി നമുക്കിന്ന് നോർത്ത് ആൻഡമാനിലേക്ക് പോകണം. മായാബന്ദർ എന്ന സ്ഥലത്താണ് ഇന്ന് സ്റ്റേ. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നിരിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ധനി എന്നുള്ള എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ വേണ്ടി. ചില സമയത്ത് ഇവിടെ കുറുക്കോയിൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. ഇവിടെ അല്ല, കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട് ബീച്ചിലേക്ക്. നമുക്ക് എന്നാലിപ്പോൾ സമയം കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നില്ല. അത് നമ്മൾ റിട്ടേൺ നമ്മൾ എന്തായാലും ഈ വഴിക്കേ വരുള്ളൂ. അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിലേക്ക് പോകും. ആക്ച്വലി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഒഫീഷ്യൽ ഒരു മീറ്റ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ എത്തണം. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മായാബന്ദർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മായാബന്ദറിലെത്തണം. മായാബന്ദറിലെത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോസ്, ഈ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോസൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആൻഡമാൻ നോർമൽ ബീച്ചസ് മാത്രമല്ല, ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളുണ്ട്. ഇത് മാൻഗ്രോവ്സിൻ്റെയൊക്കെ റൂട്ട്സാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഏപ്രിൽ സമയമായതുകൊണ്ടാണ് ഇവിടെയൊക്കെ വെള്ളമില്ലാത്തത്. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും ഇവിടെയൊക്കെ. ഫുള്ള് ഇതൊക്കെ വെള്ളമായിരിക്കും തോന്നുന്നു. അധികം ബീച്ചിലേക്ക് പോകുന്നില്ല. നമ്മളെന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ആൻഡമാനിലെ സൗത്ത് നോർത്ത് റൈഡിൽ നമ്മൾ സെക്കൻഡ് ഡേ ആണ്. ഇപ്പോൾ ഉള്ളത് രംഗത്താണ്. രംഗത്ത് ബില്ലി ഗ്രൗണ്ട്. ഇവിടെ ഉള്ളൊരു ധനിന്നുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ഇത് നല്ലൊരു ബ്യൂട്ടിഫുള്ളായ പ്ലേസാണിത്. നല്ലൊരു വാക്ക് വേ ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പോകുന്നൊരു ബീച്ചുണ്ട്. അത് ആക്ച്വലി സീ ടട്ടിലേക്ക് നെസ്റ്റിംഗ് ഉള്ള ഒരു ബീച്ചാണ്. ഡിസംബർ ടൈമിൽ വന്ന് ഈ യാമകൾ വന്ന് മുട്ടയിടും. ജനുവരിയിൽ അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പോകുന്നൊരു ബീച്ചുണ്ട് ഇവിടെ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഉള്ള സീസണല്ല. അത് ഡിസംബർ ടു ജനുവരി സമയമൊക്കെയാണ് അത് കൂടുതലും മുട്ടയിടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് അലൗഡ് ആയിരിക്കില്ല, ബീച്ചിലേക്ക് അലൗഡ് ആയിരിക്കില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വരാൻ തോന്നുന്നു, ബീച്ചിലേക്ക് അലൗഡ് ചെയ്യില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്നാണ് വന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 190 കിലോമീറ്റേഴ്സ്. ബാരട്ടാങ്ങിൽ നിന്ന് 100 കിലോമീറ്റർ. കടന്തല 71 കിലോമീറ്റർ. ബാരട്ടാങ്ങിലാണ് നമ്മൾ വണ്ടി ഇറക്കി അവിടെ നിന്നാണ് ഓടിച്ചു വന്നത്. നമ്മൾ കറക്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 100 കിലോമീറ്റേഴ്സിന് എബോവ് ഓടിച്ചു. 100 കിലോമീറ്ററിൽ കൂടുതൽ ഓടിച്ചിരുന്നു. 110 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടു. ലൊക്കേഷൻ കണ്ടപ്പോൾ ശരിയെന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ, ഡ്രോൺ ഷൂട്ട് എടുക്കാമെന്ന് വെച്ച് നിർത്തിയതാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്, കേരളം ഇവിടെയൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്. നല്ലൊരു പുതിയ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. നല്ലൊരു ബ്രിഡ്ജ്, നല്ലൊരു സ്ഥലം. വേറൊരു കാര്യമുണ്ട്, അത് കാണിച്ചു തരാം. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഒരു പ്രശ്നമുള്ളത് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും. അതാണ് പ്രശ്നം.
ഇവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്, ഇവിടെ നിന്ന് വന്നേക്ക് പോകുന്നത് ഇങ്ങോട്ടേക്ക്. ഓക്കെ, കാഴ്ചകളുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ഈ വഴിക്ക് കാറിൽ വന്നിട്ടുണ്ട്, കാറിലും ബസ്സിലൊക്കെ പോകുന്നുണ്ട്. ആദ്യം കാണാം. നമ്മളിപ്പോൾ ഏകദേശം മായാബന്ദർ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നതാണ് ഡിഗ്ലിപ്പൂർ, പക്ഷെ നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്. നമ്മളങ്ങനെ മായാബന്ദർ എത്തി. ഇത് എസ് പി ഓഫീസിലേക്ക് പോകുന്ന വഴിയാണിത്. എസ് പി ഓഫീസ്, ഡി സി ഓഫീസ് എല്ലാം ഇവിടെയാണ്. നമുക്ക് പോകുന്നത് മാറിയാണ്. നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്റ്റോറൻറ്റ് പോകണം. കുറച്ച് പരിപാടികളുണ്ട്, എല്ലാം കഴിവാണ്. ഓൾറെഡി വന്നിരിക്കുന്നത് ഫിഷറീസ് ഓഫീസർ, ഓഫീസ് ഓഫ് ദ സ്റ്റേഷൻ ഡയറക്ടർ ഓഫ് ഫിഷറീസ്, ഓഫീസ് മായാബന്ദർ. ഇവിടെ നമ്മൾ സാറിനൊക്കെ കണ്ട് സംസാരിച്ചു. നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെ ഓഫീസിലേക്കാണ്. അതായത് ഡി സി ഓഫീസ് എന്ന് പറയും. നമ്മുടെയൊക്കെ നാട്ടിലെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും കളക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ. ഇതിപ്പോൾ നോർത്ത് ആൻഡ് മിഡിൽ ആൻഡമാനാണ് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ, അതായത് ഡി സി ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെ ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത്. സാറായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അവിടെ വീഡിയോ അലൗഡ് അല്ല നമുക്ക്. സാറായിട്ട് മീറ്റിങ്ങൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ സൗത്ത് ആൻഡമാൻ ടു നോർത്ത് ആൻഡമാൻ റൈഡിൽ ആക്ച്വലി സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം. ഈ ജരാവൻസ് ഏരിയ ഉള്ള അവിടെ നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി സ്പെഷ്യൽ പെർമിഷൻ വേണം. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ മീറ്റിംഗ്. ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റേ ഇവിടെ തന്നെയാണ്, മായാബന്ദർ തന്നെയാണ്. നമ്മളിപ്പോൾ എന്തായാലും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ലഞ്ചും കഴിക്കണം, ലഞ്ചും കഴിച്ച് ഹോട്ടലും ബുക്ക് ചെയ്യണം. ഇന്നത്തെ എന്തായാലും ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു, ലഞ്ചൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്, കർമ്മട്ടാങ് ബീച്ച്.
ഈ ബീച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ സൗത്ത് ആൻഡമാൻ ടു നോർത്ത് ആൻഡമാൻ റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണിന്ന്. നാളെയാണ് നമ്മൾ നോർത്ത് ആൻഡമാനിൽ എത്തുന്നത്, അതായത് ഡിഗ്ലിപൂർ എത്തുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മായാബന്ദറിലാണ്. നോർമലി ആൻഡമാൻ പാക്കേജിൽ ഈ നോർത്ത് ആൻഡമാനൊന്നും വരാറില്ല. മെയിൻ സൗത്ത് ആൻഡമാനിലുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ആളുകൾ കാണാൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മായാബന്ദറിൽ തന്നെയുള്ള കർമ്മട്ടാങ് ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലാണ്. കർമ്മട്ടാങ് ഇത് നമ്മൾ മായാബന്ദർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 14-15 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. ഇത് ഇന്ന് മോർണിംഗ് ആയിരുന്നു ഇതിൻ്റെ ഓപ്പണിങ്. ഡേറ്റ് ചെക്ക് ചെയ്തോളൂ, April 22. ഇത് കർമ്മട്ടാങ് ബീച്ചിലാണ്. എനിക്കൊന്ന് രാവിലെ വന്നിരുന്നെങ്കിൽ ഇനോഗ്രേഷൻ ഇതൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജർമ്മൻ ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ജർമ്മൻ ജെട്ടി ആക്ച്വലി വേൾഡ് വാർ 2 ടൈമിൽ ഈ ആൻഡമാൻ ജപ്പാനീസ് സോൾജിയേഴ്സ് പിടിച്ചടക്കിയിരുന്നു വേൾഡ് വാർ 2 ടൈമിൽ. അപ്പോൾ ആ സമയത്ത് ജപ്പാനീസിൻ്റെ കൂടെ ഒരു ജർമ്മൻ എൻജിനീയർ ഉണ്ടായിരുന്നു. ആ ജർമ്മൻ എൻജിനീയർ നിർമ്മിച്ചതാണെന്ന് പറയുന്നത് ഈ ഒരു ജെട്ടി. അതുകൊണ്ടാണ് ഈ ജെട്ടിക്ക് ജർമ്മൻ ജെട്ടി എന്ന് പേര് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കർമ്മട്ടാങ് ബീച്ച് വന്ന് കുറച്ച് ലേറ്റായി, അതുകൊണ്ട് നല്ലൊരു വ്യൂ കിട്ടുന്നില്ല. നാളെ എന്തായാലും മോർണിംഗ് ഒരു തവണ ഇവിടെ ഇങ്ങോട്ടേക്ക് വരണം. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ജെട്ടി ഉള്ളത്. നാളെ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നല്ല വ്യൂ കിട്ടും. നമ്മൾ പോയ കർമ്മട്ടാങ് ബീച്ച് ഏകദേശം ആ ഒരു ഏരിയയിലാണ്. ഇവിടെ നിന്നൊരു 14 കിലോമീറ്റർ 14 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. അവിടെ ആ ഏരിയയിലായിരുന്നു. നാളെ മോർണിംഗ് ഒരു പ്രാവശ്യം കൂടി വരണം ഇങ്ങോട്ടേക്ക്. എന്തായാലും ഇന്നത്തെ ദിവസം തീരാറായി. ഇനി എന്തായാലും ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ ജർമ്മൻ ജെട്ടിയുടെ പകൽ കാഴ്ചകളും പിന്നെ നമ്മുടെ ഡിഗ്ലിപൂരിലേക്കുള്ള 3rd ഡേ റൈഡും